വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദുരന്ത നിവാരണം അഥവാ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോ എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് അല്ലെങ്കിൽ ദുരന്തം എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ പഠിക്കാം. മനുഷ്യന്റെ നിയന്ത്രണത്തിനപ്പുറം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ കടന്നു വരുന്ന ക്ഷണനേരം കൊണ്ട് നമ്മുടെ ജീവനും സ്വത്തിനും ഒക്കെ നാശം വിതയ്ക്കുന്നവയാണ് നമ്മൾ ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. പൊതുവെ ദുരന്തങ്ങളെ നമുക്ക് എത്രയായി തിരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുരന്തങ്ങളെ നമുക്ക് പൊതുവെ അഞ്ചായിട്ട് തിരിക്കാം. അതിൽ ആദ്യത്തേത് എന്താണ്? ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ്. അപ്പൊ ജലവും കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെയായിരിക്കും? ഒന്ന്, വെള്ളപ്പൊക്കം അതിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഇടിമിന്നല്, അതുപോലെ തന്നെ കൊടുങ്കാറ്റ്. ഇതൊക്കെ ഏതിന് ഉദാഹരണമാണ്? കാലാവസ്ഥയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി അടുത്തത് ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ്. ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഭൂകമ്പം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സുനാമി ഒക്കെ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടാകുന്നത്. ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തത്തിന് ഉദാഹരണമാണ്. ഇനി അടുത്തത് രാസവ്യവസായിക ആണവ ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ അതിലേതാ പെടാം? ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ചെർണോബിൽ ദുരന്തം, അങ്ങനെ ഒരു ദുരന്തത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ചെർണോബിൽ ദുരന്തം. അതുപോലെ തന്നെ ഭോപ്പാൽ വിഷവാതക ദുരന്തം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ രാസ ആണവ ദുരന്തങ്ങളാണ്. ഇനി അടുത്തത് ജൈവാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരന്തം. ജൈവാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരന്തത്തിന് ഒരു ഉദാഹരണമാണ് പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകുന്നത്, അതിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഭക്ഷ്യവിഷബാധയൊക്കെ ഇല്ലേ മക്കളെ, അത് എന്തിനു ഉദാഹരണമാണെന്നാ പറയണേ? ജൈവാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരന്തങ്ങളാണ്. ഇനി ഇത് കൂടാണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഇപ്പൊ നമ്മൾ ചെറിയ ചെറിയ എന്താ പറയാ റോഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ റെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകാം, എയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എയർവേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അപകടങ്ങൾ, തീപിടുത്തങ്ങള്. നമ്മളിപ്പോ പടക്ക നിർമ്മാണ ശാലയിൽ തീപിടുത്തം ഉണ്ടായി അല്ലെങ്കിൽ പൊട്ടിത്തെറി ഉണ്ടായി, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പൊ അതൊക്കെയാണ് ചെറുതും വലുതുമായിട്ടുള്ള മറ്റ് അപകടങ്ങൾ. അപ്പൊ ജലവുമായിട്ട്, ഭൗമഘടനയുമായിട്ട്, രാസവ്യവസായ ആണവ ദുരന്തങ്ങള്, ജൈവാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് ചെറുതും വലുതുമായിട്ടുള്ള മറ്റു ദുരന്തങ്ങൾ എന്നിങ്ങനെ ദുരന്തങ്ങളെ നമുക്ക് അഞ്ചായി തിരിക്കാം. ഇന്ത്യയിൽ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങൾക്ക് ഉദാഹരണമാണ് ജമ്മു കാശ്മീര്, ഉത്തരാഖണ്ഡ്, സിക്കിം, ഡാർജിലിംഗ്, ഹിമാചൽ പ്രദേശ്, മറ്റു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവ ഭൂകമ്പ സാധ്യതയുള്ള ഇന്ത്യയിലെ പ്രദേശങ്ങളാണ്. ഇന്ത്യയിൽ ഏറ്റവും ഭൂകമ്പ സുരക്ഷിതമായിട്ടുള്ള പ്രദേശം എന്ന് വിളിക്കുന്നത്, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഭൂകമ്പ സുരക്ഷിത പ്രദേശം ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രളയ ബാധിത സംസ്ഥാനങ്ങൾ, പ്രളയം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഇന്ത്യയിൽ അസം, വെസ്റ്റ് ബംഗാൾ, ബീഹാർ തുടങ്ങിയവയിലാണ്. അപ്പൊ കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായില്ലേ? എന്നുണ്ടായ 2018 കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായത്. ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് എന്നാണ്? ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് 2005 ഡിസംബർ മാസം 23-നാണ്. ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 എത്ര അധ്യായങ്ങളും എത്ര വകുപ്പുകളും ഉണ്ട്? 11 അധ്യായങ്ങളും 79 വകുപ്പുകളുമാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 ഉള്ളത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുകയുണ്ടായി. അത് എവിടെയാണ്, എന്നാണ് സ്ഥാപിച്ചത്? 2005 മെയ് 30-നാണ്. എവിടെയാണ് എന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ്. അതിനി അടുത്ത ക്വസ്റ്റ്യനിൽ പറയും നമ്മള്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചത് എന്ന് 2005 ഡിസംബർ 23-ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് എന്ത് ലഭിച്ചു എന്നാ പറയണത്? സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിക്കുകയുണ്ടായി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ആകെ എത്ര അംഗങ്ങളുണ്ട്? ചെയർപേഴ്സൺ ഉൾപ്പെടെ 10 പേരാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലുള്ളത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ അംഗങ്ങൾക്ക് എത്ര കാലയളവ്? അവരുടെ കാലയളവ് 5 വർഷമാണ്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്?
ന്യൂഡൽഹിയാണ്. ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത്? കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിക്കാൻ കാരണമായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏതാണ് ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? കേരളമാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം ഒബ്സർവേറ്ററി ഹിൽസ് വികാസ് ഭവൻ. ഒബ്സർവേറ്ററി ഹിൽസ് വികാസ് ഭവൻ ആണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം. കേരള ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് 2007 മെയ് 4-നാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ, അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ പരമാവധി എത്ര അംഗങ്ങൾ? കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണം 10 കേരള ദുരന്ത നിവാരണ നയം നിലവിൽ വന്നത് എന്ന്? കേരള ദുരന്ത നിവാരണ നയം നിലവിൽ വന്നത് 2010-ലാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ 1070 1077 രണ്ടെണ്ണുണ്ട്. 1070 1077 ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ദുരന്ത പ്രതികരണ മാർഗരേഖയായി കേരള SEOC പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണത്തിന്റെ പേര് എന്താണ്? ഓറഞ്ച് ബുക്ക് എന്നാണ്. സംസ്ഥാന ദുരന്ത നിവാരണ സേനയുണ്ട്. അതിന്റെ ആസ്ഥാനം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ പദവിയിൽ ഇരിക്കുന്നത് കളക്ടറാണ്. കളക്ടറുടെ അഭാവത്തിൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണറൊക്കെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ പദവിയിൽ എത്തുന്നവരാണ്. സർക്കാരിന്റെ റവന്യൂ വകുപ്പ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ധനകാര്യ സെക്രട്ടറിയാണ്. എപ്പോഴാണ് നമ്മൾ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത്? 204.5 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നു. അതിശക്തമായതോ തീവ്രമായതോ ആയ മഴയെ സൂചിപ്പിക്കുന്ന അലർട്ട് ഏതാണ്? റെഡ് അലർട്ടാണ്. ശക്തമായ മഴയെ സൂചിപ്പിക്കുന്ന അലർട്ട് യെല്ലോ അലർട്ടാണ്. യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ്? 64.5 മില്ലിമീറ്റർ മുതൽ അതുപോലെ തന്നെ 115.5 മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുള്ളപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്നു. 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുള്ളപ്പോൾ പ്രഖ്യാപിക്കുന്ന അലർട്ടിന്റെ പേര് എന്താണ്? ഓറഞ്ച് അലർട്ട് എന്നാണ്. ശക്തമായതോ അതിശക്തമായതോ ആയ മഴയെ സൂചിപ്പിക്കുന്നതും അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നതുമായ അലർട്ടിന്റെ പേരെന്താണ്? ഓറഞ്ച് അലർട്ട് എന്നാണ്. നേരിയ തോതിലുള്ള മഴയെ സൂചിപ്പിക്കുന്ന അലർട്ട് എന്താണ്? നേരിയ തോതിലുള്ള മഴ സാധ്യതയെ സൂചിപ്പിക്കുന്നത് ഗ്രീൻ അലർട്ടാണ്. ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം നിലവിലില്ലാത്ത അലർട്ട് ഏതാണ്? ഗ്രീൻ അലർട്ടാണ്. ഗ്രീൻ അലർട്ട് എപ്പോഴാണ് പ്രഖ്യാപിക്കുന്നത്? 15.5 മില്ലിമീറ്റർ മുതൽ 64.4 മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യത കാണുമ്പോൾ ഗ്രീൻ അലർട്ട് പ്രഖ്യാപിക്കുന്നു. മഴക്കെടുതികൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടി കേരള ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? മഴക്കെടുതി ജാഗ്രത പുലർത്താൻ വേണ്ടി എന്താ പറയാ ഇങ്ങനെ നമ്മള് അലർട്ടൊക്കെ പുറപ്പെടുവിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ എന്നുള്ളതാണ് അതിൽ ചോദിക്കുന്നത്. എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് പുറപ്പെടുവിക്കുകയാണ്? യെല്ലോ അലർട്ട് ആണ് കേട്ടോ. അത് പറഞ്ഞില്ല അല്ലെ നമ്മള്? യെല്ലോ അലർട്ട് മഴക്കെടുതികൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടി കേരള ദുരന്ത നിവാരണ അതോറിറ്റി യെല്ലോ അലർട്ട് പുറപ്പെടുവിക്കുന്നതിന് ഉദ്ദേശം. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ നമ്മള് സെന്റിമീറ്റർ എന്ന് കാണുമ്പോൾ നമ്മള് എന്താ പറയാ മില്ലിമീറ്റർ കാണാണ്ടാവുമ്പോൾ നമ്മള് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. 24 മണിക്കൂറിനുള്ളിൽ 6 സെന്റിമീറ്റർ മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ മുന്നറിയിപ്പ് എന്താ പറയുന്നത് മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ് കാണുമ്പോഴാണ് എന്ത് പ്രഖ്യാപിക്കുന്നത്? യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്നത് എന്നാ പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം. ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. എന്താ പറയാ എല്ലാ ചോദ്യങ്ങളും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. ഇത്രയേ ഉള്ളൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനായിട്ട് കേട്ടോ.